ോട് ജനങ്ങൾ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നതല്ല. ജനങ്ങൾ ശക്തിയായിട്ട് അതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഇപ്പോഴും വ്യാപകമായ രീതിയിലുള്ള ഇത്തരം അശ്ലീല പ്രചാരവേലകൾ തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു പരിപാടിക്ക് താഴെ ഇന്നലെയും മര്യാദയുടെ സകല സീമകളും ലംഘിക്കുന്നതിനുള്ള കമന്റുകളുടെ പ്രളയമാണ് കാണുന്നത്. ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി മുതൽ യൂത്ത് കോൺഗ്രസ് നാഷണൽ കോർഡിനേറ്റർ വരെ ഈ അശ്ലീല കൂട്ടത്തിലുണ്ട്. ഇതിന് ശക്തമായ മറുപടി കേരളം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അശ്ലീലം കൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലം ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് വേണ്ട. മത്സരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പിന് മുമ്പ് കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് കെ ശൈലജ ടീച്ചറായിരിക്കും എന്ന കാര്യവും ഞാനിവിടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആവശ്യത്തിന്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ്. കാരണം ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള കെജ്രിവാളിനെയും സോറനെയും അറസ്റ്റ് ചെയ്ത ഇഡിയോട്, ഐടിയോട്, കേന്ദ്ര ഏജൻസിയോട് അതിനെ പരോക്ഷമായി സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ ഐക്യനിരയിലെ പ്രമുഖ നേതാക്കൾക്കെതിരെ നിലപാട് കടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇഡിയെയും, ഐടിയെയും, സിബിഐയെയും, കേന്ദ്ര ഏജൻസികളെയും